പാലക്കാട് പുൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 2 കുട്ടികൾ മരിച്ചു. ചികിത്സയിൽ കഴിയുന്ന എൽസിയുടെ ഇളയ മക്കളായ ആൽഫ്രഡ് മാർട്ടിനും എംലീന മരിയ മാർട്ടിനുമാണ് മരിച്ചത്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോകും. എൽസിയുടെ മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തു. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, നമ്മളെ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. 2 കുട്ടികളും വിട പറഞ്ഞിരിക്കുകയാണ് അപകടത്തിൽ. ഈ അപകടത്തിൻ്റെ കാരണം കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? ഒപ്പം തന്നെ അമ്മയുടെ സിറ്റുവേഷൻ ഇപ്പോഴെങ്ങനെയാണ്? 4 വയസ്സുകാരി എമിലീനയുടെയും 6 വയസ്സുകാരൻ ആൽഫ്രഡിൻ്റെയും മൃതദേഹം ഇത്തരത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷം നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം പാലക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റും, കുട്ടികളുടെ മൃതദേഹങ്ങൾ മാറ്റും. അതിനുശേഷമായിരിക്കും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഏതാണെങ്കിലും നാടിനെ വലിയ രീതിയിൽ വേദനിപ്പിച്ച സംഭവമാണ്. ആ നടുക്കത്തിൽ ഇതുവരെ ആ നാട് വിട്ടുമാറിയിട്ടില്ല. അത്രത്തോളം വേദനാജനകമായി നിൽക്കുകയാണ് ആ നാട്. ഇപ്പോഴും ഇതിൻ്റെ കാരണം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. നിലവിൽ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത് ബാറ്ററിയിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ്. ഏതാണെങ്കിലും ഇപ്പോഴും എൽസി മാർട്ടിൻ ഇവരുടെ അമ്മയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആശുപത്രി അധികൃതരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഗുരുതരമായി തന്നെ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നാൽ 10 വയസ്സുകാരി അപകടനില തരണം ചെയ്തു എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടിയാണ്. അപ്പോഴും 2 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അമ്മയുടെ ജീവൻ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്ന സ്ഥിതി കൂടിയാണുള്ളത്. ഏതാണെങ്കിലും നാടിനെ നടുക്കിയ സംഭവമാണ്. അക്കാര്യത്തിൽ ഇവരുടെ ചെലവ് ഉൾപ്പെടെ, ചികിത്സയുടെ ചെലവ് ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നാളെ ആയിരിക്കും തീരുമാനിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു.